കുന്നും മലയും കേറി കീഞ്ഞിശനമ്പ് ഞെരുക്കം വന്നൊരു സുന്ദരി ലാവണന്റെ പെങ്ങളും കാലദേശാധിവർത്തിയാണ് രാമകഥയായ രാമായണം. ഒരു ഹിന്ദു ദൈവം എന്നതിനപ്പുറം ഒരു മികച്ച ഭരണാധികാരി കൂടിയായിരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. പ്രജകളെ തുല്യരായി കാണുകയും അവരുടെ ക്ഷേമത്തിനായി അദ്ദേഹം ജീവിതാവസാനം വരെ പ്രയത്നിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പുരാതന കാലം മുതൽ മലബാറിലെ മാപ്പിളമാരും അവരുടെ സംസ്കാരത്തിനും ഭാഷയ്ക്കുമനുസരിച്ച് രാമായണ ശൈലികൾ രൂപപ്പെടുത്തിയിരുന്നു. മലബാറിൽ രാമായണത്തിലെ കഥാസന്ദർഭങ്ങൾ മാപ്പിളപ്പാട്ടിന്റെ ശൈലിയിൽ പ്രചരിച്ചതാണ് മാപ്പിള രാമായണം. കുന്നും മലയും കേറി കീഞ്ഞിശനമ്പ് ഞെരുക്കം വന്നൊരു സുന്ദരി ലാവണന്റെ പെങ്ങളും പൊന്നുപരുത്തൊരു പാതാളത്തിലെ സുൽത്താനോളെ മിന്നും പൊമ്മണി കമ്മണി ബീബി ശൂർപ്പണക. വാമൊഴിയിലൂടെ പകർന്നു കിട്ടിയ മാപ്പിള രാമായണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ സജീവൻ കല്ലേരി പറയുന്നത് ഇങ്ങനെ. വടക്കം പാട്ടുകാരനായ TH കുഞ്ഞിരാമൻ നമ്പ്യാറുണ്ട്. അദ്ദേഹമാണ് ഇത് സമ്പാദനം ചെയ്തെടുക്കുന്നത്. പേരാമ്പ്രയുള്ള ഒരു ഹസ്സൻകുട്ടി എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് നിന്ന് ആണ് TH ആദ്യമായിട്ട് ഇത് കേട്ടതെന്നാണ് നമ്മൾ അറിയുന്നത്. പിന്നെ പല വേദികളിലും THൻ്റെതായിട്ടുള്ള മലബാറിലെ നിരവധി വേദികളിൽ മാപ്പിള രാമായണം പാടുകയും അത് ആളുകളും കേൾക്കുകയും ചെയ്തതാണ് ഇതിന് പ്രചാരണം ലഭിക്കുന്നത്. നിലവിളക്ക് കത്തിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിവാദങ്ങൾ കത്തിപ്പടരുന്ന കാലഘട്ടത്തിലാണ് മതമൈത്രി ഊട്ടിയുറപ്പിക്കുന്ന മലബാറുകാരുടെ മാപ്പിള രാമായണത്തിന് പ്രസക്തിയേറുന്നത്. പൊന്നുപരുത്തൊരു പാതാളത്തിലെ സുൽത്താനോളെ മിന്നും പൊമ്മണി കമ്മണി ബീബി ശൂർപ്പണക. CD സലീംകുമാർ, ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.